Hi friends, welcome to PUBG. നമ്മുടെ ഇന്നത്തെ വീഡിയോ Realme X2 എന്ന ഫോണിന്റെ ഗെയിമിംഗ് റിവ്യൂ ആണ്. ഈ ഒരു ഫോണിന് Snapdragon 730G എന്ന് പറയുന്ന പവർഫുൾ ആയ ഒരു പ്രോസസർ ഉണ്ട്. അതുപോലെ 6GB RAM 128GB സ്റ്റോറേജ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു മോഡൽ. പിന്നെ ഇതിനകത്ത് 4000 mAh ബാറ്ററിയും വരുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗെയിമിങ്ങിന്റെ കാര്യത്തിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ബാറ്ററി ടെമ്പറേച്ചറും കാര്യങ്ങളും കാണാം. 31 ഡിഗ്രി മാക്സിമം ആ ഒരു ലെവലിലാണെന്ന് വെച്ചാൽ പക്ക കൂളാണ്. ഹീറ്റിങ്ങിൻ്റെ ലക്ഷണമൊന്നും ഇവിടെ ഇല്ല. ടൈം 1:34 ആണ്. അപ്പോൾ ഈ ഒരു ടൈമിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളൊരു മണിക്കൂറോളമാണ് ഈ ഒരു ഗെയിം കളിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. ബാറ്ററി ലെവൽ 39% ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ ഗെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഗ്രാഫിക്സ് സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാം. നമ്മൾ സ്മൂത്ത് അൾട്രയാണ് ജനറലായിട്ട് എല്ലാവരും കളിച്ച് വരുന്നത്. പ്രോ പ്ലേയേഴ്സ് ഒക്കെ പ്രത്യേകിച്ചും ആ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യുക. കൂടുതൽ ഫ്രെയിം റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി സ്മൂത്തായ എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി പലരും ആ ഒരു സെറ്റപ്പിലാണ് കളിക്കുക. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ഡിഫോൾട്ടായിട്ട് HD ഹൈ ഗ്രാഫിക്സ് ആണ് സെറ്റിംഗ്സ്. HDR അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് HD ഹൈ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഡിഫോൾട്ട് സെറ്റിംഗ്സിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കളിക്കാം. അത് നമുക്ക് സ്മൂത്ത് അൾട്ര എന്ന് പറയുന്ന ജനറലായിട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ആ ഒരു സെറ്റിംഗ്സിൽ നമുക്ക് ഗെയിം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം TDM ആണ് കളിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നെ കൂടുതൽ ഒരു കാര്യം കൂടി, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതേപോലെ ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമ്മൾ ഈ ഗെയിം പ്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്മൂത്ത് ആൻഡ് അൾട്ര എന്ന സെറ്റിംഗ്സിലാണ്. അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ വളരെ സ്മൂത്തായിട്ട് ഗെയിം നടക്കുന്നുണ്ട്. യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. ഇനി അടുത്തായിട്ട് നമുക്ക് എറാങ്കിൾ എന്ന് പറയുന്ന നമ്മുടെ ജനറലായിട്ട് എല്ലാവരും കളിക്കുന്ന ആ മോഡിലേക്ക് വരാം. ഇതിലേക്ക് വരുമ്പോൾ ഫ്ലൈറ്റിലൊന്നും പറയത്തക്ക യാതൊരു ഇഷ്യൂസും ഇല്ല. വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജമ്പിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു ഇഷ്യൂസും ഇല്ല. ലാൻഡിങ് നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം. എന്തെങ്കിലും ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ലാൻഡിങ്ങിലും യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. വളരെ സ്മൂത്താണ്. അപ്പോൾ സ്മൂത്തായിട്ട് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ ചുറ്റമൊക്കെ നോക്കുമ്പോഴും വളരെ സ്മൂത്താണ്. യാതൊരു ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ഗെയിം വളരെ സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. ഇനി കുറച്ച് ലൂട്ടിംഗ് ഒന്ന് നടത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വണ്ടി എടുത്തൊന്ന് ഡ്രൈവ് ചെയ്തൊക്കെ നോക്കാം എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം.
അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയത്തക്ക യാതൊരു ഇഷ്യൂസും കാണാൻ സാധിച്ചിട്ടില്ല. ഇനി നമുക്ക് റേജ് ഗിയർ എന്ന് പറയുന്ന വണ്ടികളുടെ തന്നെ ആ ഒരു ഫൈറ്റ്, ആ ഒരു ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. We've taken the lead. Fire on this target. We've lost our lead. Locked down. Fire on this target. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയത്തക്ക യാതൊരു ഇഷ്യൂസും വരുന്നില്ല. സോ ടോട്ടലി ഈ ഒരു ഗെയിം വളരെ സ്മൂത്തായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ സ്മൂത്ത് അൾട്ര എന്ന് പറയുന്ന സെറ്റിങ്സിനകത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫോൺ ടെമ്പറേച്ചറും കാര്യങ്ങളും ഇപ്പോൾ എത്രയുണ്ട്, നമ്മളൊരു 1/4 മണിക്കൂറായി കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 36.8. അപ്പോൾ വലിയൊരു ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല, ഓവർ ഹീറ്റിംഗ് അല്ല, ഹീറ്റിംഗ് തന്നെയില്ല, വളരെ കൂളായിട്ട് തന്നെയാണ് ഡിവൈസ് ഇരിക്കുന്നത്. ഇനി നമുക്ക് HD ഹൈ ഗ്രാഫിക്സ് എന്ന് പറയുന്ന സെറ്റിങ്സിൽ ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ സെറ്റിങ്സ് മൊത്തത്തിൽ ക്വാളിറ്റി തന്നെ ആകെ മാറിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കൂടി ഒന്ന് കാണാം. Killing spree for the blue team. Reloading. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസിലും കാര്യമായ യാതൊരു ഇഷ്യൂ ഇല്ല. അപ്പോൾ HD ഹൈ ഗ്രാഫിക്സിലും നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് ഈ ഗെയിം കളിക്കാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഹീറ്റിങ്ങും ബാറ്ററി ലോസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ 1 മണിക്കൂർ 45 മിനിറ്റോളമായി നമ്മളിത് 1 മണിക്കൂർ 15 മിനിറ്റോളമായി ഞാനിത് കളിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ടൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ 2 മണി 44 മിനിറ്റ് എന്ന് വെച്ചാൽ 1:30 നമ്മൾ കളി തുടങ്ങിയത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 മണിക്കൂർ 10 മിനിറ്റ് 15 മിനിറ്റോളം മാക്സിമം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം കളിച്ച് കഴിയുമ്പോൾ ബാറ്ററി 15% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10-20% ബാറ്ററി 1 മണിക്കൂർ, ഇത് നോർമലായിട്ട് എല്ലാ ഫോണിലും സംഭവിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ബാറ്ററി ലോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ നോർമലായിട്ടുള്ളൊരു ബാറ്ററി ലൈഫ് ഉണ്ട്. ഹീറ്റിംഗ് 40.1 കാണിക്കുന്നത്. അപ്പോൾ വലിയൊരു ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. 40 എന്നൊക്കെ പറയുന്നത് നോർമലായിട്ട് എല്ലാ ഫോണിലും ഗെയിം കളിക്കുമ്പോൾ വരുന്നൊരു ഹീറ്റിംഗ് ആണ്. അപ്പോൾ ഓവർ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം ഈ ഒരു ഫോണിന് ഗെയിം കളിക്കുമ്പോൾ വരുന്നില്ല. ഇനി നമ്മുടെ ചില സുഹൃത്തുക്കൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, പെസ് ഗെയിം ഇതിൽ കളിക്കാൻ പറ്റില്ലേ എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ ഗെയിമിംഗ് റിവ്യൂവിലും ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് പെസ് ഗെയിം കളിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഹൈ ഗ്രാഫിക്സിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഞാനിപ്പോൾ ഈ ഒരു പെസ്സിൻ്റെ ഒരു സാമ്പിൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. യാതൊരു പ്രശ്നമില്ല, വളരെ സ്മൂത്തായിട്ട് കളിക്കാം. ഹൈ ഗ്രാഫിക്സിലാകുമ്പോൾ 42, 43 അങ്ങനെ ഇത്തിരി ഹീറ്റിംഗ് കൂടും. നോർമൽ ഗ്രാഫിക്സ് ഹീറ്റിങ്ങിൽ യാതൊരു ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഒന്നും വരില്ല. വളരെ സ്മൂത്തായിട്ട് പെസ്സും നിങ്ങൾക്ക് ഈ ഫോണിൽ കളിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ. ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ബാറ്ററി ലൈഫും കാര്യങ്ങളും കിട്ടുന്നുമുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ഫോണായിട്ടാണ്, ഗെയിമിങ്ങിന് പറ്റിയ ഒരു നല്ല ഫോണായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു തിരക്കേടില്ലാത്തൊരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.